റമദാൻ മാസത്തിൽ ദീർഘനേരത്തെ ഉപവാസത്തിനു ശേഷം നോമ്പ് തുറക്കുമ്പോൾ വയറിന് പെട്ടെന്ന് ആയാസമുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. അമിതമായി ഭക്ഷണം കഴിക്കുന്നതും തെറ്റായ ഭക്ഷണരീതിയും ദഹനപ്രശ്നങ്ങൾക്കും ക്ഷീണത്തിനും വഴിമാറും. നോമ്പ് തുറക്കുമ്പോൾ പ്രധാനമായും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ താഴെ പറയുന്നവയാണ്. എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ പലഹാരങ്ങൾ. നമ്മുടെ നാട്ടിൽ നോമ്പ് തുറക്കാൻ മിക്കവാറും ഉപയോഗിക്കുന്നത് സമൂസ, ഉന്നക്കായ, ഉള്ളിവട തുടങ്ങിയ എണ്ണപ്പലഹാരങ്ങളാണ്. ഇവയിൽ കലോറി കൂടുതലാണ്, പെട്ടെന്ന് ദഹിക്കില്ല എന്ന് മാത്രമല്ല നെഞ്ചരിച്ചിലിനും അസിഡിറ്റിക്കും ഇത് കാരണമാകും. പകരം ആവിയിൽ പുഴുങ്ങിയ ഭക്ഷണങ്ങൾ ശീലമാക്കാം. അമിതമായ മധുര പലഹാരങ്ങൾ, മധുരം കൂടിയ പായസങ്ങൾ, കേക്കുകൾ, കൃത്രിമ മധുരം ചേർത്ത പാനീയങ്ങൾ എന്നിവ ഒഴിവാക്കണം. കാരണം ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയർത്തുകയും പിന്നാലെ പെട്ടെന്ന് കുറയ്ക്കുകയും ചെയ്യും. ഇത് വലിയ ക്ഷീണത്തിന് കാരണമാകും. പകരം ഈന്തപ്പഴം, പഴവർഗ്ഗങ്ങൾ എന്നിവയിൽ നിന്നുള്ള സ്വാഭാവിക മധുരം ഉപയോഗിക്കുക. കാർബണേറ്റഡ് പാനീയങ്ങൾ, തണുപ്പിച്ച സോഡയോ കോളയോ കുടിക്കുന്നത് നോമ്പ് തുറക്കുമ്പോൾ വലിയ ആശ്വാസമായി തോന്നുമെങ്കിലും അത് ദോഷകരമാണ്. കാരണം ഇത് ഗ്യാസ് നിറയാനും വയറു വീർക്കാനും കാരണമാകും. കൂടാതെ ഇതിലെ കഫീൻ ശരീരത്തിലെ ജലാംശം കുറയ്ക്കുകയും ചെയ്യും. പകരം കരിക്കിൻ വെള്ളം, നാരങ്ങ വെള്ളം, തണ്ണിമത്തൻ ജ്യൂസ് എന്നിവ കുടിക്കുക. എരിവും പുളിയും കൂടിയ ഭക്ഷണങ്ങൾ, മസാലകൾ അമിതമായി ചേർത്ത കറികളും എരിവുള്ള വിഭവങ്ങളും ഒഴിവാക്കുന്നതാണ് ഉചിതം. കാരണം ദീർഘനേരം ഒഴിഞ്ഞുകിടന്ന വയറിലേക്ക് എരിവുള്ള ഭക്ഷണം എത്തുമ്പോൾ ആമാശയത്തിലെ ഭിത്തികളിൽ അസ്വസ്ഥതയുണ്ടാകാനും അസിഡിറ്റി വരാനും സാധ്യതയുണ്ട്. കഫീൻ അടങ്ങിയ പാനീയങ്ങൾ, ചായ, കാപ്പി. നോമ്പ് തുറന്ന ഉടനെ സ്ട്രോങ് ചായയോ കാപ്പിയോ കുടിക്കുന്നത് ഒഴിവാക്കുക. കാരണം ഇവ ശരീരത്തിലെ ജലാംശം വലിച്ചെടുക്കുകയും പെട്ടെന്ന് ദാഹം അനുഭവപ്പെടാൻ കാരണമാവുകയും ചെയ്യും. കൂടാതെ ഉറക്കക്കുറവിനും ഇത് വഴിയൊരുക്കും. ശ്രദ്ധിക്കേണ്ട മറ്റ് കാര്യങ്ങൾ: വേഗത കുറയ്ക്കുക. ഭക്ഷണം സാവധാനം നന്നായി ചവച്ചരച്ച് കഴിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. നോമ്പ് തുറന്നതു മുതൽ അത്താഴം വരെ ഇടവേളകളിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. മിതത്വം പാലിക്കുക. വയറ് നിറയെ കഴിക്കാതെ പകുതി വിശപ്പടങ്ങുമ്പോൾ നിർത്തുന്നതാണ് ആരോഗ്യകരം.